الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് 14 ആയത്തുകളാണ് നമ്മൾ ഇതുവരേക്കും മനസ്സിലാക്കിയതും പഠിച്ചതും. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 15-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നും ആ സംരക്ഷണ ചുമതല അള്ളാഹു ഏറ്റെടുത്തതാണ് എന്നും അത് അള്ളാഹു നിർവഹിക്കുക തന്നെ ചെയ്യുമെന്നും പഠിപ്പിക്കുന്ന ഒരു സൂക്തമാണ്. നമുക്ക് ആദ്യം ആ ആയത്തിന്റെ പാരായണവും അതിനുശേഷം അതിന്റെ അർത്ഥവും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യം നമുക്ക് ആ ഒരു ആയത്ത് പാരായണം ചെയ്യാം. സൂറത്തുൽ ഹജ്ജ് 15-ാമത്തെ ആയത്ത്. മുസ്ഹഫ് കയ്യിലുള്ളവരൊക്കെ അത് എടുക്കുക കേട്ടോ. മുസ്ഹഫ് കയ്യിലുള്ളവർ അതെടുക്കുക, വിരല് വെക്കുക, എന്നിട്ട് ഓതി തരുന്ന ഭാഗം ശ്രദ്ധിച്ച് നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. من كان يظن എന്ന അക്ഷരമാണ്. എന്ന അക്ഷരം പറയാ നമ്മുടെ നാവിന്റെ അറ്റവും മേൽമുൻപല്ലിന്റെ അറ്റവും ചേർത്തിട്ടാണ്. എന്ന രൂപത്തിൽ. പൊതുവെ മലയാളികളായ നമ്മളൊക്കെ തെറ്റിക്കാറുള്ള കാര്യമാണ്. അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാലയും അതുപോലെ ഇപ്പൊ നമ്മൾ പഠിച്ച യവുന്നൂലെ എന്ന അക്ഷരവും സൂറത്തുൽ ഫാത്തിഹയിലെ വലദ്ദാലീനിലെ ളാദും ഇത് മൂന്നും ഒന്നിച്ചാൽ ഒരേപോലെ അവിടെ പറയാം അല്ലെ. ഇത് മൂന്നാണ്, മൂന്നിന് 3 ഉത്ഭവ സ്ഥാനങ്ങളാണ് എന്നതാണ് വാസ്തവം. അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാല പറയേണ്ടത് ലാമ് പറയേണ്ടടുത്തുനിന്നാണ്. ആ ലാമ് കനപ്പിക്കണ അതിന് രൂപമാണെന്ത് അള്ളാഹ് എന്നത്. അൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിടെ മുട്ടുന്നത് അവിടെ വെച്ചിട്ടാണ് എന്തിന് അള്ളാഹ് എന്ന ലഫ്ദുൽ ജലാല നമ്മൾ പറയേണ്ടത്. ലഫ്ദുൽ ജലാല എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്ന നാമത്തെ പറയാൻ വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗമാണ്. മഹത്വത്തിന്റെ ഒരു പദം എന്ന അർത്ഥത്തിൽ ലഫ്ദുൽ ജലാല എന്ന് പറയാം. അതേപോലെ ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ അറ്റവും മേൽമുൻപല്ലിന്റെ അറ്റവും ഓവറുടെ പുറത്തേക്ക് കാണരുത്, ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യും നാവ് കാണും. പിന്നെ ബോധാണ്. ബോധ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ അരിക് നീളത്തിൽ മേലടപ്പലിലേക്ക് ചേർത്തുകൊണ്ട് ഒരു മുഴക്കത്തോടുകൂടി വരേണ്ട അക്ഷരമാണ്. അറബിയിൽ മാത്രമേ ബോധ് എന്ന അക്ഷരമുള്ളൂ. അതുകൊണ്ട് അറബി ഭാഷയുടെ വേറൊരു പേരാണ് എന്ത് ലുഗത്തു ബോധ് എന്നത്. ആകട്ടെ, നിങ്ങളതിന്റെ കൂടെ ഓതാൻ ശ്രദ്ധിക്കട്ടോ ഈ പ്രാവശ്യം. أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع. ലാമിന് സുക്കൂനാണ്. ثم ليقطع ശ്രദ്ധിക്കണം, ലാമിന് സുക്കൂനാണ് കേട്ടോ, ഹർക്കത്തിൽ പറയരുത്. ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. ആയത്തിന്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താണ്?
ആരെങ്കിലും ഇഹലോകത്തിലും പരലോകത്തും, ഈ ഇഹലോകത്തും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നതേ അല്ല, അള്ളാഹു സഹായിക്കൂല, ദുനിയാവിലും ആഖിറത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? ഉപരിഭാഗത്തേക്ക് അഥവാ മുകളിലേക്ക് ഒരു കയറ് നീട്ടി കെട്ടട്ടെ. എന്നിട്ട് അവന്റെ കഴുത്ത് കുടുക്കി അതിൽ മുറിച്ച് കൊള്ളുകയും ചെയ്യട്ടെ. അഥവാ കഴുത്ത് എന്ത് ചെയ്യട്ടെ? അത് ആ കയറിൽ കെട്ടി അവൻ തൂങ്ങിച്ചാകട്ടെ, അവൻ അവന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിക്കൊള്ളട്ടെ, അവൻ ആത്മഹത്യ ചെയ്യട്ടെ. എന്നിട്ടും അവന്റെ ഈ തന്ത്രം അവനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു റസൂലിനെ സഹായിക്കുന്ന കാര്യം, ആ ഒരു കാര്യം അത് ഇല്ലാതാകാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ അവന്റെ ഈ തന്ത്രം അവനെ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഇല്ലാതാക്കി കളയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. അവന്റെ ആ മനസ്സിന്റെ വിഷം വന്നിട്ട് കൂടി അവന് പോകുന്നുണ്ടോ എന്നോ നോക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിന്റെ ഓരോ വാക്കത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം, പഠിക്കാം. മൻ കാന യദുന്നു, മൻ കാന യദുന്നു, ആരെങ്കിലും, മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ അല്ലെങ്കിൽ ആര് എന്നൊക്കെയാണ് അർത്ഥം. ആരെങ്കിലും, യദുന്നു അവൻ വിചാരിക്കുന്നു, വന്ന യദുന്നു അല്ലെങ്കിൽ വിചാരിക്കുക, ഊഹിക്കുക എന്നൊക്കെയാണ് വന്നിന് അർത്ഥം പറയാം. വന്ന അല്ലെങ്കിൽ യദുന്നു എന്നൊക്കെ പറഞ്ഞാൽ, യദുന്നു എന്ന് പറഞ്ഞാല് വർത്തമാനകാല ക്രിയയാണ്. യദുന്നു അവൻ വിചാരിക്കുന്നു. ഖുർആനിലെ പല സ്ഥലങ്ങളിൽ വന്ന വാക്കാണ് വന്യ എന്നുള്ളത്. ദയ്യാക്കും വന്ന, നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കണം. സംസാരത്തിൽ ഏറ്റവും എന്താണ് മോശപ്പെട്ട അല്ലെങ്കിൽ ഒന്നാണ് എന്ത്? ഊഹിക്കുക എന്നുള്ളത്. അപ്പൊ ഊഹം, അനാവശ്യമായിട്ടുള്ള കുറിച്ച് മറ്റ് തെറ്റ് ഊഹിക്കാൻ പാടില്ല, അതൊക്കെ റസൂലുള്ളാഹി വിലക്കിയ കാര്യമാണ്. അതേപോലെ ഖുർആനിലും ഈ ഒരു പ്രയോഗം വന്ന ഒരു ഊഹം അല്ലെങ്കിൽ വിചാരം എന്നൊക്കെ അർത്ഥത്തിൽ പല ആയത്തുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട്, വിചാരിക്കുകയാണ്, എന്താ വിചാരിക്കണത്? അല്ലയ്യൻസുറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലയ്യൻസുറ, ലയ്യൻസുറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹായിക്കൂല, ഒരിക്കലും എന്ന അർത്ഥം കിട്ടും. ലെൻ എന്നത് വർത്തമാനകാല ക്രിയയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കൂല എന്ന അർത്ഥം അതിനുണ്ട്. ഒരിക്കലും സംഭവിക്കില്ല. ഒരിക്കലും അള്ളാഹു അവന്റെ പ്രവാചകനെ ദുനിയാവിലും ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നില്ല അല്ലെങ്കിൽ സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ നീട്ടുക എന്നൊക്കെ അർത്ഥം. യംദുദ് അവൻ നീട്ടിയിട്ട് കൊള്ളട്ടെ, അവൻ നീട്ടി കെട്ടിക്കൊള്ളട്ടെ. ഈ സബബിൻ ഒരു കയറിനെ, ഒരു ബന്ധം, ഒരു വള്ളി അല്ലെങ്കിൽ ഒരു ബന്ധം, മേലെയും താഴെയും തമ്മിൽ ബന്ധിപ്പിക്കണ ഒരു സബബ് എന്ന് പറയാം. ഈ സബബ്, ഈ ആയത്തിന്റെ സബബിന് അർത്ഥമാണ് ഒരു കയറിനെ അവൻ എന്ത് ചെയ്യട്ടെ? ഇങ്ങനെ നീട്ടിയിട്ട് കൊള്ളട്ടെ. എവിടേക്ക് നീട്ടിയിടാൻ? ഇല സമ, ഉപരിഭാഗത്തേക്ക്. സമ എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ അർത്ഥം എന്താണ്? സമ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അല്ലെ? അറബിയിൽ സമ എന്ന് പറയുന്നത് മുകളിലേക്കുള്ള എല്ലാം, നമ്മുടെ തലയുടെ മുകളിലോട്ടുള്ള എല്ലാം എന്താണ്? സമ ആണ്. ഉപരി എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. ആകാശം ഉപരിയിലായതുകൊണ്ട് ആകാശത്തിന് എന്ത് പറയുന്നു? അസമ എന്ന് പറയുന്നു. ആകാശവും അതിന്റെ നമ്മുടെ തലക്ക് മുകളിൽ ഉള്ള എല്ലാം എന്താണ്? മുന്നേറ്റം എല്ലാം ആകാശമാണ് അല്ലെ? സമ ആണ് അറബി ഭാഷയിൽ. അപ്പോ ഇല സമ, ഉപരിഭാഗത്തേക്ക്, മുകളിലേക്ക്, അവന്റെ മേൽക്കൂരയിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ മേലുള്ള ഇതിലേക്കൊക്കെ അവൻ എന്ത് ചെയ്യട്ടെ? ഒരു വലിയ കയറോ നീട്ടി കെട്ടിക്കൊള്ളട്ടെ. എന്തിനു വേണ്ടി നീട്ടി കെട്ടണത്? സുമ്മല്യ കൊറ്റ, പിന്നെ അവൻ മുറിച്ചു കൊള്ളട്ടെ, അഥവാ അവൻ എന്ത് ചെയ്യട്ടെ? ആത്മഹത്യ ചെയ്ത് അവന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കി കളയട്ടെ. അള്ളാഹു അവന്റെ റസൂലിനെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ പോയി തൂങ്ങിച്ചത്തോ എന്ന് പറയണ ആ ഒരു ശൈലിയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് എന്നിട്ട് അവൻ നോക്കിക്കൊള്ളുകയും ചെയ്യട്ടെ, അവൻ നോക്കട്ടെ. നിശ്ചയമായും ഇല്ലാതാക്കി കളയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. എന്ത്? കൈദുഹു അവന്റെ തന്ത്രം, അവനെ വിഷമിപ്പിക്കുന്ന ആ കാര്യത്തെ, അവനെ വിഷമിപ്പിക്കണ ഇസ്ലാമിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും മുസ്ലിമീങ്ങളെ അള്ളാഹു സഹായിക്കുന്ന ആ കാര്യം, അവനെ ആ ഒരു കാര്യമാണ് വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അള്ളാഹു മുസ്ലിമീങ്ങളെയും ദീനിനെയും റസൂലിനെയൊക്കെ അള്ളാഹു സഹായിക്കുന്നത് ഈ ഇസ്ലാമിന്റെ ശത്രുക്കളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോ അവന്റെ ജീവൻ കളഞ്ഞിട്ടെങ്കിലും അവനായി സങ്കടത്തിൽ നിന്ന് ഓൻ എന്ത് ചെയ്തോട്ടെ? രക്ഷപ്പെട്ടോട്ടെ എന്ന അർത്ഥത്തിലുള്ള പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനെ സംരക്ഷിക്കും. ഈ ആയത്ത് രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന്, മൻ കാന യദുന്നു അല്ല യൻസുറഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ. റസൂലുള്ളാഹി യൻസുറഹു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ് അധിക മുഫസ്സിറുകളും പറഞ്ഞത്. നമ്മൾ ആമുഖമായി നമ്മളിപ്പോൾ പറഞ്ഞ അർത്ഥവും ആ രൂപത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സഹായിക്കുകയില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഈ രൂപത്തിൽ അവൻ ചെയ്തുകൊള്ളട്ടെ. അവന്റെ ആ ഒരു സങ്കടം തീരാൻ വേണ്ടി
ഇങ്ങനെയെങ്കിലും അവൻ ചെയ്യട്ടെ എന്ന രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്യാണ് പറയാണ്. അപ്പോൾ ഈ നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആയത്തിനെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനെ സംരക്ഷിക്കും. അത് ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. പല ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അവന്റെ ദീനിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന കാര്യം. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിൽ പറഞ്ഞു, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. അവരാഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. വയഅബല്ലാഹു ഇല്ലാ അയ്യുതിമ്മ നൂറഹു. എന്നാൽ അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കിയിട്ടല്ലാതെ അള്ളാഹു അടങ്ങിയിരിക്കൂല. അള്ളാഹു വിസമ്മതിക്കാണ്. എന്തായാലും അള്ളാഹു അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, അവന്റെ പ്രകാശം. ഇനി വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകൾ അതിനെ വെറുത്താലും. അപ്പോ ഇതിനെ അള്ളാഹു പൂർത്തീകരിക്കും, ഇതിനെ അള്ളാഹു സഹായിക്കും. ആത്യന്തികമായ വിജയം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമാണ്, യാതൊരു സംശയവും അതിലില്ല. അള്ളാഹുവിന്റെ സഹായം എന്നും വിശ്വാസികൾക്ക് ഉണ്ടാകും. വിശ്വാസികളോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങളോടൊപ്പമാണ്. അല്ലേ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ മനുഷ്യരെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങ് വെറുതെ കയറാമെന്ന്? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വന്നെത്തിയതുപോലെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? അള്ളാന്റെ ചോദ്യമാണ്. മസ്സത്തുഹും, അവർക്ക് ബാധിച്ചു, മുൻഗാമികൾക്ക് ബാധിച്ചു. അൽ ബഅസാഉ വദ്ദറാ, ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരെയും തേടിയെത്തി. വസുൽസിലു, കിടുകിടാ വിറപ്പിക്കപ്പെട്ടു അവർ. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. എത്രത്തോളം ആ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ കൂടെ വിശ്വാസികളായ ആളുകളും ചോദിച്ചുപോയി, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാന്റെ സഹായം? അല്ല, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെ ഉണ്ട്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ, തീർച്ചയായും നമ്മുടെ പ്രവാചകന്മാരെ, ദൂതന്മാരെ നാം സഹായിക്കുക തന്നെ ചെയ്യും. വല്ലദീന ആമനൂ, വിശ്വാസികളെയും, ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്ത്, ദുനിയാവിന്റെ ജീവിതത്തിൽ വെച്ച് തന്നെ, യൗമ ഷഹാദ്, പരലോകനാളിൽ. അള്ളാന്റെ സഹായം റസൂലുമാർക്കും അവരെ പിൻപറ്റിയ മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകുമെന്നത് അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വാഗ്ദാനം നിർവഹിക്കുക തന്നെ ചെയ്യും. പടച്ചറബ് അവന്റെ ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു കൈവടിയുമെന്നും മുഅ്മിനീങ്ങളെ അള്ളാഹു കൈവടിയുമെന്നും മുഅ്മിനീങ്ങളെ അള്ളാഹു സഹായിക്കുകയില്ല എന്നും ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവന് തെറ്റി. അവൻ അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിചാരം വെച്ച് പുലർത്തുന്നവനാണ്. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കും, മുഅ്മിനീങ്ങളെ സഹായിക്കും എന്നത് അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യമാണ്. നമ്മളിപ്പോൾ അനുഭവിക്കണം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ട് അള്ളാഹു സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹു സഹായിക്കൂല എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഇതിനേക്കാൾ എത്രയോ കൊടിയ പീഡനങ്ങൾ മുസ്ലിമീങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതൊന്നൊന്നുമല്ല. ഇന്ന് ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നമാകട്ടെ, അതേപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ അവ അനുഭവിക്കുന്ന പ്രയാസങ്ങളാകട്ടെ, ഇതിനേക്കാളൊക്കെ വലുത് ഇതിനു മുമ്പും മുസ്ലിമീങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെ? സൂറത്തുൽ ബുറൂജ് നമ്മൾ വായിക്കുന്നില്ലേ? വലിയ കടങ്ങ് കുഴിച്ചിട്ട് അതിൽ കത്തിയാളുന്ന തീ അവർ കത്തിച്ചു. എന്നിട്ട് മുഅ്മിനീങ്ങൾ ഓരോരുത്തരെയായി വിശ്വസിച്ചതിന്റെ പേരിൽ അവരെന്ത് ചെയ്തു? അസീസായ, പ്രതാപിയായ, സുഗ്രഹനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതാണ് ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ആ കത്തിയാളുന്ന തീജാലയിൽ എറിഞ്ഞ് ചുട്ടരിച്ചു കൊല്ലാൻ ആ സത്യശേഷികളായ ആളുകളെ പ്രേരിപ്പിച്ചത്. അങ്ങനെയൊക്കെ അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സഹാബത്ത് അലാ തസ്തൻസിറുലനാ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായം തേടുന്നില്ലേ, അള്ളാഹുവിന്റെ സഹായം വരാൻ വേണ്ടി പ്രാർത്ഥിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. മുൻഗാമികളിൽ അല്ലെ പ്രവാചകന്മാരെ വരെ അവരെന്ത് ചെയ്തു? മണ്ണിൽ കൊഴിച്ചു നിർത്തി തീർച്ചവാളുകൾ കൊണ്ട് തല രണ്ടാക്കി പുലർത്തി ആ രൂപത്തിലൊക്കെ ശിക്ഷിക്കുകയും കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. ആ രൂപത്തിൽ പലതരക്കും മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം അള്ളാഹു നൽകിയിട്ടുമുണ്ട്. പിന്നീട് അള്ളാഹു മുസ്ലിമീങ്ങളെ സഹായിക്കും, ഇസ്ലാമിന് ആധിപത്യം നൽകും, ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പോ ആ നിലക്ക് അള്ളാഹു അവന്റെ ദീനിനെ, അവന്റെ പ്രവാചകനെ, അള്ളാഹുവിൽ വിശ്വസിച്ച, പ്രവാചകനിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ സഹായം ആർക്കുണ്ടാകുക? ശരിയായ മുഅ്മിനീങ്ങൾക്കാണെന്നാണ് അള്ളാഹു പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. മുഅ്മിനീങ്ങൾ അല്ലാതെ അള്ളാഹു സഹായിക്കില്ല. അപ്പൊ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. ഇന്നിപ്പോ നമ്മുടെ ഈമാനിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയുള്ള പണികളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പേര് മുസ്ലിമാണ്, പക്ഷെ ആ മുഅ്മിൻ എന്ന ആ ഒരു ക്വാളിറ്റിയിൽ നിന്ന്, ആ ഒരു പദവിയിൽ നിന്ന് നമ്മളെ വലിച്ചെടുക്കുകയാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറക്കാനാണ് ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പണ്ഡിതന്മാരൊന്നും പുരോഹിതന്മാരെന്നൊക്കെ പറഞ്ഞ ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ആളുകൾ മുസ്ലിമീങ്ങളുടെ ദീനിനെ ചൂഷണം ചെയ്യാണ്. പാവപ്പെട്ട ആളുകളെ കേവലം പണത്തിന് വേണ്ടി അവരുടെ ദീൻ പണയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ ദീൻ നശിപ്പിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വിശ്വാസത്തിൽ നിന്ന്, ശരിയായ ഈമാനിൽ നിന്ന് മുസ്ലിമീങ്ങളെ, മുസ്ലിം ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ
ലിബറലിസത്തിന്റെയും നവയുക്തിവാദത്തിന്റെയും എല്ലാം ആഴങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ എല്ലാം വൃത്തികെട്ട അഗാധ ഗർത്തങ്ങളിലേക്ക് കൈപിടിച്ചുകൊണ്ട് പോകുന്ന ജനവിഭാഗങ്ങൾ, അല്ലെങ്കിൽ അത്തരം ആളുകളെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അത്തരക്കാർ വ്യാപകമാണ്. എങ്ങനെയെങ്കിലൊക്കെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ചും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ വരുത്താനും, ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പുണ്ടാക്കാനും, അല്ലെങ്കിൽ മുസ്ലിമായി പോയതിന്റെ പേരിൽ അപകർഷതാബോധം ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടി ഇന്ന് സ്കൂളുകളിൽ വരെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകത്തിന്റെ വിഷയത്തിലൊക്കെ ഇത്തരം ലിബറൽ ചിന്താഗതി നമ്മുടെ മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ന് ഈമാൻ മുഅ്മിൻ എന്ന ആ ഒരു ഗണത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ അധിക അഹ്ലു കിതാബിൽപ്പെട്ട വേദക്കാരിൽപ്പെട്ട കുഫാറുകളായ ആളുകളും ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളെ മുഅ്മിനായതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് മുർത്തദാക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. മുശ്രിക്കീങ്ങൾ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കണം. ആഗ്രഹം എല്ലാ മനസ്സുകളും അറിയുന്ന അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരാണ്. അപ്പോ ആ നിലക്ക് നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു സഹായിക്കും. ആത്യന്തിക വിജയം ഈ ദീന് മുറുകെ പിടിക്കുന്നതിനാണ് എന്ന തിരിച്ചറിവ് നമുക്കും നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. രണ്ടാമതായി ഈ ആയത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് മൻ കാന യظുന്നു അല്ല യൻസുറഹു അല്ലാഹു ഫി ദുനിയ വൽ ആഖിറ, ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അല്ല യൻസുറഹു അല്ലാഹ്, അവനെ അള്ളാഹു സഹായിക്കുകയില്ല ദുനിയാവിലും ആഖിറത്തിലും ഒരാളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയില്ല നമ്മൾ പറഞ്ഞു. അങ്ങനെ വിശദീകരിച്ച ഈ ആയത്തിനെ വിശദീകരിച്ചവരുണ്ട്. അതേപോലെ യൻസുറഹു എന്ന ആ ഒരു പദത്തിന്റെ സർവ്വനാമം ബമീർ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലോ ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുകയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്റെ റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ റബ്ബ് നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കുകയില്ല, അവന്റെ സഹായം നമ്മെ തേടി വന്നെത്തുകയില്ല, എന്നൊന്നും ഞാൻ ഈ അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ എന്നും എനിക്ക് ദുഃഖമായിരിക്കും, എന്നും എന്റെ ഈ പ്രാരാബ്ദങ്ങൾ അത് മാറൂല, അല്ലെങ്കിൽ ആ നിലക്ക് ഭൗതികമായ പ്രയാസങ്ങൾ നീങ്ങുകയില്ല, അല്ലെങ്കിൽ എനിക്ക് അള്ളാന്റെ സഹായം കിട്ടൂല, ആ ദുനിയാവിലും ആഖിറത്തിലൊന്നും എന്റെ റബ്ബനെ സഹായിക്കൂല, എന്റെ റബ്ബനെ കൈവടിയും എന്നൊക്കെയുള്ള ധാരണയാണ് ഒരാൾക്കെങ്കിൽ ഈ രൂപത്തിൽ ചെയ്തിട്ട് അവന്റെ ജീവൻ തന്നെ കളയട്ടെ. കാരണം അത്ര വലിയ ഗുരുതരമായ കാര്യമാണ് അവൻ അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വളരെ മോശപ്പെട്ട വിചാരമാണ് അവൻ വെച്ച് പുലർത്തിയിരിക്കുന്നത്. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുക എന്നുള്ളത് വൻ പാപമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഒരാൾ നിരാശ വെക്കുക എന്നത് വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിന്റെ തന്ത്രത്തെ കുറിച്ച് നിർഭയത്തിലാവുകയും ചെയ്യുക എന്നത്. രണ്ട് കാര്യങ്ങൾ. അള്ളാഹു എന്നെ പരീക്ഷിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുഅ്മിനായി അല്ലെങ്കിൽ ഈമാനിന്റെ ഏറ്റവും ടോപ്പ് ദർജയിൽ ഇങ്ങനെ പോകും, എന്നെ പരീക്ഷണങ്ങളൊന്നും ബാധിക്കൂല, എന്റെ ഈമാനൊന്നും പരീക്ഷിക്കപ്പെടൂല എന്നൊരാൾ വിചാരിക്കുന്നുവെങ്കിൽ അതും വൻപാപമാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അതേപോലെ അള്ളാഹു എന്നെ പൂർണ്ണമായി കൈവടിയും എന്നും ഒരാൾ വിചാരിക്കുന്നുവെങ്കിൽ അതും വൻപാപമാണ്. അള്ളാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയത്വത്തിൽ ആകാൻ പാടില്ല. അള്ളാഹു പരീക്ഷിക്കും. ഏത് സമയമാണ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുക എന്ന് നമ്മൾ പേടിക്കണം. അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തെ നമ്മൾ പേടിക്കണം. അതേപോലെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നാം പ്രതീക്ഷിക്കുകയും ചെയ്യണം. പേടിയും വേണം, ഭയവും വേണം. അല്ലെ, പേടിയും വേണം, പ്രതീക്ഷയും വേണം. ഇത് രണ്ടുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാൻ അതിന്റെ ആ ഒരു സ്റ്റേബിളായ ലെവലിൽ ആ സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുക. അള്ളാഹുവിന്റെ പരീക്ഷണത്തെ കുറിച്ചുള്ള കൃത്യമായ പേടി വേണം. അതോടൊപ്പം അവന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയും ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലെ, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് വഴിപിഴച്ചവരല്ലാതെ മറ്റാരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകാൻ പാടില്ല. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾ കൊടുക്കുന്ന ഉപദേശമുണ്ട്. അതിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവുക. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകൾ മാത്രമാണ്. യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ്, അല്ലയോ മക്കളെ നിങ്ങൾ പോവുക, എന്നിട്ട് യൂസുഫിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു വരിക. നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹു നിങ്ങളെ സഹായിക്കും. കഥയുടെ അവസാന ഭാഗമാണ്. അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ വെക്കുക ആരുടെ ഗുണമാണ്, ആരുടെ സ്വഭാവമാണ്? സത്യനിഷേധികളായ ആളുകളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ദുനിയാവിലെ ആഖിറത്തിലും എന്റെ റബ്ബ് എന്നെ കൈവടിയുമെന്ന ചിന്ത ഒരിക്കലും വിശ്വാസികളായ നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എത്ര വലിയ തെറ്റ് ചെയ്തവരാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ
ആ പ്രതീക്ഷയില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹു എന്താ പറഞ്ഞത്? ഖുൽ നബിയെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഖുൽ നബിയെ പറയുക, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് എന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പറയൂ പ്രവാചകരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. തൗബ ഉണ്ടെങ്കിൽ അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അല്ലേ? യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة. അല്ലയോ ആദമിന്റെ പുത്ര, നീ എന്റെ അടുക്കലേക്ക് പരലോകത്ത് വരുന്നത് എങ്ങനെയാണ്? ഭൂമി നിറയെ പാപവുമായിട്ടാണ് വരുന്നത് എങ്കിൽ, ശിർക്ക് ചെയ്യാത്തവനാണ് നീ എങ്കിൽ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി നിനക്ക് നാം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ആ ഒരു കാര്യം നോക്കി. എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കും. എത്ര തെറ്റ് ചെയ്ത ആളാണെങ്കിലും. വിശുദ്ധ ഖുർആനിൽ പല ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ബുറൂജിൽ, സൂറത്ത് ബുറൂജിലെ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവം, മുസ്ലിമീങ്ങളായ ആളുകളെ പച്ചക്ക് തീയിൽ ചുട്ടുകൊന്ന അല്ലെങ്കിൽ തീയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ നാട്ടിലെ കുഫാറുകളെ സത്യശേഷികളായ ആളുകൾ, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? قتل أصحاب الخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതൊക്കെ ഈ സംഭവം പറഞ്ഞിട്ട്, إن الذين فتنوا المؤمنين والمؤمنات, മുഅ്മിനീങ്ങളായ പുരുഷന്മാരെയും മുഅ്മിനാത്തുകളായ സൽവൃത്തരായ സ്ത്രീകളെയും ഈ നിലക്ക് പരീക്ഷിച്ച, ഈ നിലക്ക് കൊടിയ പീഡനങ്ങൾ അവരെ ഏൽപ്പിച്ച സത്യനിഷേധികളായ ആളുകൾ, സുമ്മലം യതൂബു, നിനക്ക് ചെയ്തിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല? തൗബ ചെയ്തിട്ടില്ല. ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. ഇങ്ങനെയൊക്കെ മുഅ്മിനീങ്ങളെ പച്ചക്ക് കത്തിച്ച് കൊന്നിട്ടും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാത്ത ആളുകളെ അവർക്കാകുന്നു നരകശിക്ഷയുള്ളത്. വെന്തുരുകുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ശിക്ഷ അത്തരക്കാർക്കാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ മുഅ്മിനീങ്ങളെ ഉപദ്രവിച്ചിട്ടും തൗബ ചെയ്യാത്തവർക്കാണ് അള്ളാഹു എന്ത് ചെയ്യണത്? ശിക്ഷ കൊടുക്കണത്. തൗബ ചെയ്തവർക്കോ അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്. അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്. അല്ലേ? എത്ര മാത്രം അള്ളാഹു ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ടും അള്ളാഹു ചോദിക്കണതാണ്, തൗബ ചെയ്യണില്ലേ? നോക്കി സത്യശേഷികളായ നസാറാക്കളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ക്രിസ്ത്യാനികളെ കുറിച്ച്, ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. അള്ളാഹു മൂന്നിലൊന്നാണ്. തൃത്വം അള്ളാഹുവിന്റെ വിഷയത്തിൽ, ത്രിയേകത്വവാദം ക്രിസ്ത്യാനികൾ പറയാറുള്ള ആ ഒരു തൃത്വമില്ല, ആ സങ്കല്പം പറഞ്ഞ ക്രിസ്ത്യാനികൾ അവർ കാഫിറുകളായി മാറിയിരിക്കുന്നു, സത്യനിഷേധികളായി മാറിയിരിക്കുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ്, അവൻ ഏകനായ ഇലാഹു മാത്രമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഇല്ലം യൻതഹു അമ്മാ യഖൂലൂൻ, അവർ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് അവർ വിരമിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചു എന്നും, അല്ലെങ്കിൽ ആ രൂപത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ ഒന്നാണ് അള്ളാഹു, പിതാവ് എന്നതൊക്കെ അള്ളാഹുവിനെ സങ്കല്പിച്ചാൽ അള്ളാഹുവിന് പുത്രനുണ്ട്, അതേപോലെ പരിശുദ്ധാത്മാവ് വേറെ ഉണ്ട് എന്നൊക്കെയുള്ള ആ ഒരു ത്രിയേകത്വ വിശ്വാസം ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വസിച്ചാൽ അവൻ കാഫിറായിരിക്കുന്നു. ഈ ഗുരുതരമായ അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഈ വലിയ അപരാധം ഒരാൾ പറയുകയും എന്നിട്ട് അതിൽ നിന്ന് അയാൾ വിരമിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരം സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയാണ് നാം ബാധിപ്പിക്കുക. തീർച്ചയായും അവരെ നാം ബാധിപ്പിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട് തൊട്ടടുത്തായിട്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത്, നമ്മൾ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശ വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കണമായിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്. അഫലാ യതൂബൂന ഇലല്ലാഹ്, അഫലാ യതൂബൂന ഇലല്ലാഹ്, അവരെന്തേ അള്ളാഹുവിനോട് തൗബ ചെയ്യാത്തത്? വയസ്തഗ്ഫിറൂനഹു, അവനോട് എന്തേ അവര് പാപമോചനം തേടാത്തത്? ഇങ്ങനെയൊക്കെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടും അള്ളാഹു ചോദിക്കണം എന്താണ്? അഫലാ യതൂബൂന ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് എന്തേ അവർ തൗബ ചെയ്ത് മടങ്ങാത്തത്? എന്തേ അവർ പാപമോചനം തേടാത്തത്? ഈ പറയുന്ന അപവാദവും ഈ ഗുരുതരമായ ആരോപണങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൂടെ അവർക്ക്? അവർക്കൊന്ന് ഖേദിച്ച് മടങ്ങിക്കൂടെ? അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റത്തെ റഹ്മത്തുള്ള, അങ്ങേയറ്റത്തെ പാപങ്ങൾ പൊറുക്കുന്ന ഗഫൂറാണ്, റഹീമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഇത്ര വലിയ അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഈ ഗുരുതരമായ ആരോപണം പറയുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുന്നതാണ്, തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യും. സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ഒട്ടേറെ തെറ്റുകൾ ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ റഹ്മത്ത് വിശാലാണ്. ആത്മാർത്ഥമായി റബ്ബിനോട് ഖേദിച്ച് മടങ്ങുക, അവനിലേക്ക് തൗബ ചെയ്യുക, അവനോട് പാപമോചനം തേടുക. ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾ നിരാശരാകാൻ പാടില്ല. അപ്പോ ഈ നിലക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആരെങ്കിലും നിരാശ വെക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്തിട്ട് ആകാശത്തേക്ക് ഒരു അല്ലെങ്കിൽ മേൽക്കൂരയിലേക്ക് ഒരു കയർ കെട്ടിയിട്ട് അവന്റെ ജീവിതം അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ അത്ര ഗൗരവത്തിൽ അള്ളാഹു പറയാണ്. അപ്പോ ഈ ഗുരുതരമായ ചിന്തകളൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്റെ നിലക്കും പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചു. ഒന്നെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു സഹായിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഈ രൂപത്തിൽ അവന്റെ ജീവൻ കളഞ്ഞോളാം, തൂങ്ങിച്ചോട്ടെ. അല്ലെങ്കിൽ രണ്ടാമത്തെ വിശദീകരണം എന്താണ്? നമ്മളെ തന്നെ അല്ലെങ്കിൽ ഒരുത്തനെ അള്ളാഹു
ദുനിയാവിന്റെ ആഹ്റത്തിനെ സഹായിക്കുകയില്ല എന്നൊരാൾ കരുതുന്നുവെങ്കിൽ അവനും പോയി തൂങ്ങി ചത്തോളൂ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്, എന്ന് പറയുന്ന ഒരാശയമാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന അടുത്തൊരു ആയത്ത് അതുകൊണ്ട് എടുത്ത് നമുക്ക് ചെയ്യാം, അവസാനിപ്പിക്കാം. എന്താണ് ആയത്ത്? ആദ്യം പാരായണം ചെയ്യാം, ശ്രദ്ധിക്കട്ടോ. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. അതിന്റെ അർത്ഥം നോക്കി. അപ്രകാരം ഈ ഖുർആൻ വ്യക്തമായ ദൃഷ്ടാന്തം എന്ന നിലക്കും ആയത്തുകൾ എന്ന നിലക്കും ലക്ഷ്യങ്ങൾ എന്ന നിലക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നതാണ് എന്നതിനാലും അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഖുർആൻ നാം അവതരിപ്പിച്ചത് വ്യക്തമായ ദൃഷ്ടാന്തം എന്ന നിലക്കും അതുപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ സന്മാർഗത്തിലാക്കുന്ന ഒന്നാണ് ഈ ഖുർആൻ എന്നതിനാലും നബിയെ താങ്കൾക്ക് നാം ഇത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ആയാത്തും ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹു ആണ് റബ്ബ് എന്നും അവനാണ് ഇലാഹ് എന്നും അവനാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നും ഇസ്ലാമാണ് സത്യമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും അറിയിക്കുന്ന വ്യക്തമായ പ്രമാണങ്ങളാണ്, തെളിവുകളാണ് വിശുദ്ധ ഖുർആൻ. ഈ വഹി ഇത് ഒരാൾ വായിച്ചാൽ അല്ലെങ്കിൽ നിഷ്പക്ഷമായി വിശുദ്ധ ഖുർആനിനെ പഠന വിധേയമാക്കിയാൽ അത് ഉറപ്പായും ചെല്ലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന മതം ഏതാണ്? ദീനുൽ ഇസ്ലാമാണ്. കോടിക്കണക്കിന് ആളുകളാണ്, അല്ലെങ്കിൽ ദിവസവും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എല്ലായിടത്തും എത്തും, എല്ലാ വീട്ടിലും എല്ലാ നാട്ടിലും ഇസ്ലാമിന്റെ സന്ദേശം എത്തും, എത്താതെ ഖിയാമത്ത് സംഭവിക്കില്ല. അപ്പോൾ ഈ ദീനുൽ ഇസ്ലാം അത് പ്രത്യേകിച്ച് അതിനെ തെളിവ് അതിനെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതാണ് സത്യമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ, വ്യക്തമായ ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായം ഓരോ സൂക്തങ്ങളും. അതേപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ഇതിലൂടെ സന്മാർഗത്തിലാക്കുന്നു. അപ്പോൾ സന്മാർഗം കാണിക്കുന്ന ഗ്രന്ഥം കൂടിയാണ് ഇത് വിശുദ്ധ ഖുർആൻ. ദുനിയാവിലെ ആഖിറത്തിൽ നമുക്ക് ഹുദ വേണോ, അള്ളാഹുവിന്റെ സന്മാർഗം വേണോ, അവന് വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കട്ടെ. ഖുർആനിലൂടെ അവന് വ്യക്തമായ തെളിവുണ്ട്, വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. അതുപോലെ അള്ളാഹുവിനുള്ള ഹുദയും സന്മാർഗവും അവനതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ നിലക്ക് അള്ളാഹുവിന്റെ കലാമിനെ പഠിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോട് സന്മാർഗത്തെ ചോദിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സന്മാർഗത്തെ ചോദിക്കുക എന്നുള്ളത്. അള്ളാഹു അവതരിപ്പിച്ച ഈ ഹുദ ഖുർആൻ ആകുന്ന സന്മാർഗം അത് അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ അത് നമുക്ക് സന്മാർഗമല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ഖുർആൻ നമുക്കൊരു വെളിച്ചായി മാറുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇന്നല്ലാഹ യർഫഉ ബിഹാദിൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഈ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗം ആളുകൾ അള്ളാഹു ഉയർത്തും, വയദഉ ബിഹി ആഖരീൻ, മറ്റു ചിലരെ ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു താഴ്ത്തിക്കളയും. ചരിത്രത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ കാണാൻ കഴിയും. ഖുർആൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഖുർആനിന്റെ ഇത് മാധുര്യം നുകരാനും അതിന്റെ ആശയം മനസ്സിലാക്കാനും സാധിച്ചതിന് ശേഷവും അതൊക്കെ വിട്ടെറിഞ്ഞു പോയ ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ സന്മാർഗം എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. ഈ ഖുർആനൊക്കെ നമുക്കൊരു ഹുദയായി നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന സ്ക്രീനിൽ കാണാം. അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ഹുദ, നിന്നോട് ഞാൻ സന്മാർഗത്തെ ചോദിക്കുന്നു. വത്തുഖ, എന്താ തുഖ എന്ന് പറഞ്ഞാൽ തഖ്വ, സൂക്ഷ്മത, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള ആ ഒരു തൗഫീഖ് ആണ് തഖ്വ എന്ന ഉദ്ദേശം. വത്തുഖ, ഭയഭക്തി. വൽ അഫാഫ, അഫാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി, ചാരിത്ര വിശുദ്ധി ഒക്കെ അതിൽപ്പെടും. സാമ്പത്തിക വിശുദ്ധി, എല്ലാ നിലക്കുള്ള വിശുദ്ധിയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വൽ ഗിന, ധന്യത, സമ്പത്തിലെ ധന്യത, മനസ്സിലെ ധന്യത ഒക്കെ. കയ്യിലൊന്നുമില്ല പക്ഷെ മനസ്സ് ധന്യാണെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ധന്യൻ, ഏറ്റവും വലിയ ധനവാൻ, അവനാണ് സംതൃപ്തൻ. ഇപ്പൊ സംതൃപ്തി, അതേപോലെ ഐശ്വര്യം, വിശുദ്ധി, തഖ്വ, സന്മാർഗം ഒക്കെ ചോദിക്കുന്ന ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിക്കാനും പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.